ഇപ്പോൾ സെക്ഷലി വെരി ആക്റ്റീവാണ് നമ്മുടെ ജനറേഷൻ. യങ്ങർ ജനറേഷൻ ആണെങ്കിലും എല്ലാവർക്കും ഒരു പിയർ പ്രഷറാണ്. ഇപ്പോൾ ബോയ് ഫ്രണ്ട് ഇല്ല ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടാണ്. ബിക്കോസ് ബാക്കി എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ നമുക്കില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവുള്ള പോലെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ദേ വോണ്ട് ടു ട്രൈ ഔട്ട്. ഐ മീൻ ദേ ട്രൈ ഔട്ട്, ദേ ലാൻഡ് ഇൻ ട്രബിൾ. ഡിവോഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി വന്നു. അപ്പോൾ ആ പെൺകുട്ടി വിദേശത്ത് പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ആവശ്യം ഹസ്ബൻഡുമായിട്ടൊരു 3-4 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആണ്. ഞാൻ എന്താണ് റീസൺ ഹസ്ബൻഡുമായിട്ട്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇങ്ങനെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ആ കുട്ടി കരഞ്ഞോണ്ടിനോട് വരുന്നു, എൻ്റെ മദറുമായിട്ടാണ് ബന്ധം. പുറത്ത് നിന്ന് നായകൻ ഇതുപോലെ മസിലൊക്കെ വിരിച്ച് നിൽക്കുമ്പം ഈ കട്ടന്റെ മറയത്തൂടെ നിന്ന് നായകനെ ഒബ്സർവ് ചെയ്ത് ഭർത്താവ് വരുമ്പോൾ ഓടിപ്പോകും. ഫിയർഫുൾ ആണ്. അവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാതെ ഫിയർഫുള്ളായി നിന്നിട്ട് അവർ ബിൽഡ് ചെയ്യുന്ന ഒരു ആരാധനയാണ്. പക്ഷെ ഇന്ന് നമ്മളിപ്പം എംപവർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ എംപവർ ചെയ്യിക്കേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് പോയി ഡിവോഴ്സ് ചെയ്യാമെന്നല്ല. യു ഹാവ് ടു ഡു ദീസ് ആൻഡ് ദീസ് തിങ്സ്. പുരുഷന് പല സ്ത്രീകളുമായി ബന്ധപ്പെടാം, പക്ഷേ സ്ത്രീ പല പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാൽ അവൾ സ്ത്രീ എന്നും ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് നമ്മുടെ ചരിത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന കഥപുസ്തകങ്ങളിലെല്ലാം ഉള്ളത്. അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ കാലം ഇങ്ങോട്ട് ഒരുപാട് മാറി. ഈ മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പല മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സെക്ഷൽ പ്രശ്നങ്ങൾ കാണത്തില്ല. ഇഷ്ടം പോലെ. അതാ ഞാൻ പറയുന്നത്, ഇമോഷണൽ കണക്ട് വളരെ കുറവാണ്. ഇപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടെ, ഇപ്പം പണ്ട് നേരത്തെ പറഞ്ഞല്ലോ മെയിൽസ് ആയിരുന്നു കൂടുതൽ ഡോമിനൻ്റ്. ഇപ്പം സ്ത്രീകൾ ചിലർ വന്നിട്ട് എനിക്ക് ലിബിഡോ കുറവാണ്, വളരെ ഫ്രാങ്ക് ആയിട്ട് പറയും. സെക്ഷുവൽ ഡ്രൈവ് അത് കുറവാണ്. സോ ഐ നീഡ് സംതിങ്, ഐ നീഡ് ടു ടോപ്പ് ഇറ്റ് അപ്പ്, സോ കെൻ യു ഗിവ് മീ സംതിങ് എന്നൊക്കെ ചോദിച്ചു വരും. പിന്നെ ലൂബ്രിക്കേഷൻ, 75-year-old ലേഡീസ് കം വിത്ത് ഫോർ ലൂബ്രിക്കേഷൻ. ഈ മൾട്ടിപ്പിൾ ആൾക്കാരോട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഈ വജൈന സംബന്ധമായിട്ടുള്ള ഒരുപാട് ഒത്തിരി എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്, അത് ഈവൻ പെനട്രേറ്റീവ് സെക്സ് പോലും വേണ്ട, ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് അരിമ്പാറ പോലെ വരാം, ജെനിറ്റൽ വാട്സ് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ HPV വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ക്യൂർ ഇല്ല. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. Two things can destroy any relationship: unrealistic expectation and pure communication. Milestone Makers presents Behind the Scenes Quality Health Series. Dr. Marina Varghese, gynecologist; Dr. Akhilu Thomas, counseling psychologist; Bhanu Tilak, advocate; Nipin Niravat, entertainer, motivational speaker, mentalist. അഖിലു, ഇപ്പോൾ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ ബ്രേക്കപ്പിനെ കുറിച്ചാണ്. ഈ ബ്രേക്കപ്പിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. പക്ഷേ നമ്മൾ ഈ ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും, നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാവും. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ബ്രേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു കോൺഷ്യസ്നെസ് അവർക്കുണ്ടോ? ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു, ജീവിതം മൊത്തം തകർന്നു എന്നുള്ളൊരു വിശ്വാസമായിരിക്കും പലപ്പോഴും പലർക്കും ഉള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് തോന്നിയിട്ടുള്ളത്, ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളെക്കുറിച്ച് മനസ്സിലാവും, ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാവും. എന്താണ് അഖിലിന് തോന്നിയിട്ടുള്ളത്? ശരിക്കും ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലാണ് ബ്രേക്കപ്പ് കഴിഞ്ഞ ആളുകൾ ഇപ്പം നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്നത്. ചില ആളുകൾ എൻ്റെ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്, ഓക്കെ, ഞാൻ ലോങ് ടേം ആയിട്ടൊരു റിലേഷൻഷിപ്പിലായിരുന്നു, എൻ്റെ എല്ലാ ഡ്രീംസും ഞാൻ ആ വ്യക്തിയുമായിട്ടാണ് മുന്നോട്ട് കണ്ടിരുന്നത്. പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ബിക്കോസ് ഓഫ് സം റീസൺസ് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. സോ അവർ അതുവരെ ലൈഫിന് കൊടുത്തിരുന്ന എല്ലാ മീനിങ്ങും അവിടെ സ്റ്റോപ്പ് ആകുകയാണ്. മുന്നോട്ടൊരു പർപ്പസോ ഒരു മീനിങ്ങോ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അത്രയും ഇമോഷണലി ഡിസ്ട്രസ്ഡ് ആയിട്ട് വരുന്നവരെയും കാണാം നമുക്ക്. അതേപോലെ തന്നെ എൻ്റെ മേഡം, എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുന്നിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ ഇനിയും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാത്രം എൻ്റെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ബ്രീത്തിങ് സ്പേസാണ് കിട്ടിയത്. ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്താണെന്നൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളെന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ആ സമയത്ത് ഉണ്ടാവും അല്ലേ. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സങ്കടപ്പെടാനുള്ള ഒരു സമയമുണ്ട്, റീഫോക്കസ് ഓൺ യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈം പീരീഡ് ആയിട്ട് അത് എടുത്താൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഹീലിംഗ് ജേർണി പോസിബിൾ ആവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഡോക്ടർ, ഇപ്പോൾ ഈ ബ്രേക്കപ്പിന്റെ ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ
ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ 13 വയസ്സിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായി, 15 വയസ്സിൽ ഗർഭിണിയായി. പക്ഷേ ഈ പലപ്പോഴും നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ ഈ അബോർഷൻ ചെയ്യാൻ ഡോക്ടർമാർ സമ്മതിക്കില്ല. അവർ പ്രസവിക്കാനായിരിക്കും പലപ്പോഴും പറയുന്നത്. പല ഡോക്ടർമാരും ഈ അബോർഷൻ ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ളൊരു കോൺസിക്വൻസ് ഉണ്ടല്ലോ. ചിലപ്പം നമുക്ക് അറിയാമല്ലോ, ഈ 13, 14, 15 വയസ്സുള്ള കുട്ടികൾക്ക് അവർക്കൊന്നും അറിയത്തില്ല, അവർക്ക് അതിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി ഒന്നുമില്ല. പക്ഷേ ഇതേപോലെ നമ്മൾക്ക് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു പ്രായത്തിൽ ആർക്കും ആരോടും തോന്നാം. ആ സമയത്ത് നമുക്ക് ആ ഒരു സമയത്ത് സെക്സ് ചെയ്യാൻ തോന്നും, നമുക്ക് അതിനൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഡോക്ടർ തന്നെ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മള് ഇപ്പോ സെക്ഷലി വെരി ആക്റ്റീവ് ആണ് നമ്മുടെ ജനറേഷൻ. യങ്ങർ ജനറേഷൻ ആണെങ്കിലും എല്ലാവർക്കും ഒരു പിയർ പ്രഷറാ. ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ല, ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടാ. ബിക്കോസ് ബാക്കി എല്ലാവർക്കും ഉണ്ട്, അപ്പൊ നമുക്കില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവുള്ള പോലെയാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ ദേ വോണ്ട് ടു ട്രൈ ഔട്ട്. ഐ മീൻ ദേ ട്രൈ ഔട്ട്, ദേ ലാൻഡ് ഇൻ ട്രബിൾ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വി ടോക്ക് അബൌട്ട് കോൺട്രസെപ്ഷൻ, വി ടോക്ക് അബൌട്ട് STDs. ഇപ്പൊ ഈ ലോട്ട് ഓഫ് പീപ്പിൾ കം ടു us with STDs, and ചില STDs ലൈഫ് ലോങ് ക്യൂർ ഇല്ലാത്ത STDs ആ, ലൈക്ക് HIV, ഹെപ്പറ്റൈറ്റിസ്, ഹെർപ്പിസ്, ഇതിനൊന്നും ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇത് കൂടി വന്നു കഴിയുമ്പോഴാണ് ക്യാൻസറിലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. ബിക്കോസ് നമുക്കിതൊന്നും നിർത്താൻ പറ്റത്തില്ല. നമ്മളുടെ ഇപ്പം ഒരു വെല്ലും ബ്രേക്കും ഇല്ലാത്ത ജനറേഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയും കോൺട്രസെപ്ഷൻസ് അവൈലബിൾ ആണ്, അൺവാണ്ടഡ് പ്രഗ്നൻസീസും ഇത് ചെയ്യുക. പിന്നെ ഇഫ് ദേ ലാൻഡ് ഇൻ ട്രബിൾ, നമ്മൾക്ക് എന്താ പറയുക, ചിലർ ഇന്നത്തെ കാലത്ത് പേരൻസിനെ കൂട്ടിയിട്ടാണ് വരുന്നത്. They even bring their parents in, like, you know. അപ്പൊ അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ 13 years 14 years എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അവര് തന്നെ ഒരു കുഞ്ഞു കുട്ടിയല്ലേ. പിന്നെ എന്താന്ന് പറയുക, ഇത് ഇന്നത്തെ കാലത്ത് ഇമോഷണൽ കണക്ട് ഇല്ല ഒരു റിലേഷൻഷിപ്പിലും. ആരും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല. അതുകൊണ്ടാണ് ലൈക്ക് അവിടെയാണ് ഇൻസെക്യൂരിറ്റി വരുന്നത്. ഇത് എന്ന് പോവും. ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, എക്സ്പയറി റിന്യൂ എന്ന് പറഞ്ഞ് എഴുതി ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ തിങ് ഈസ്, ഒരു മാരേജിലുള്ള ഒരു കമ്മിറ്റ്മെന്റോ ഒരു സെക്യൂരിറ്റി ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവര് ഓൾവേസ് അണ്ടർ സ്ട്രെസ് ആണ്. എന്ന് ഇയാള് പോവും, അല്ലെ എന്ന് ലേഡി പോവും, ഒന്നും അറിയത്തില്ല. ഏത് സമയവും കൈവിട്ടു പോവാം. അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഇന്നത്തെ ഒരു ജനറേഷനിൽ കാണുന്നത്. ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പം ഇമോഷൻസ് ഇമോജികളായിട്ട് മാറുന്നു എന്ന ഒരു ഇതാണ്. അതായത് നമ്മളിപ്പം ഒരാളുടെ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാര്യത്തോട് എതിർപ്പുണ്ടെങ്കിൽ അതിനെ ഈ ഒരു തമ്പിട്ടാണ് ആൾക്കാർ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ കൊടുക്കുക. എന്നാൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആളുകൾ തമ്മിൽ ഇങ്ങനെ, നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ കൂടി സംസാരിക്കാം, അല്ലെ, നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനിരിക്കുക. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അത് ഡിജിറ്റലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്തംഭം കൊണ്ടാണ് മറ്റൊരാളുടെ അടുക്കൽ നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി പോവാം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ ശരിക്കും മനുഷ്യൻ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ കാലം മുതലേ നമ്മൾ മനുഷ്യര് ഒരു സംഘം ആയിട്ടിരിക്കണം. ആ ഒരു കണക്ഷൻ ഇപ്പൊ ഇല്ല. അത് ഗ്രൂപ്പുകളിലേക്ക് ഉണ്ടാക്കി, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ സംഭവിക്കുകയാണെന്നുള്ളതാണ്. എനിക്കുള്ളതെല്ലാം അതിനകത്ത് എക്സ്പ്രസ് ചെയ്യുകയാണ്. തിരിച്ചു വേറെന്തോ ഒരു സാധനങ്ങൾ വരികയാണ്. അപ്പൊ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് മനുഷ്യനും തമ്മിൽ നേരിട്ട് ഫേസ് ടു ഫേസ് ഒരു സംഭവം ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ. ഇതിൽ നമുക്ക് എല്ലാവർക്കും രണ്ട് മുഖമുണ്ട്, ഇല്ലേ? രണ്ടല്ല, പല മുഖങ്ങളുണ്ട്. ഞാനതിന് രണ്ട് മുഖമുണ്ടെങ്കിൽ രണ്ടാമത്തെ മുഖമാണ് നമ്മൾ കാണിക്കുന്നത്. യഥാർത്ഥ മുഖം പുറയില്ല. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആളുകളുടെ മുമ്പിൽ വേറൊരു ഫേസ് ആണ് നമ്മൾ കാണിക്കുന്നത്. യഥാർത്ഥ ഫേസ് പുറകിലിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഡിജിറ്റലി ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഫേസ് അല്ല കാണിക്കുന്നത്, നമ്മളുടെ പോളിഷ്ഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മളിപ്പോഴും കാണിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യനുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ക്രയവിക്രയങ്ങൾ കുറഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മൾ സാധനങ്ങൾ കടയിൽ വാങ്ങിക്കാൻ പോകുമായിരുന്നു, എല്ലാവരും ഓൺലൈനിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത്. കടയിൽ പോലും പോയി ഒരു സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും മടിയാണ് കടയിൽ പോയി വാങ്ങാൻ. സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ആ ക്യൂവിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് ഓൺലൈൻ വഴി QR കോഡ് കാണിച്ചാൽ മതി. അവിടെ പോലും മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നു.
കണക്ഷനുള്ള എല്ലാ സാധ്യതകളും എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഭാനു, അതായത് പണ്ട് ഈ 80കളിലെ മലയാള സിനിമകളിൽ നമ്മൾ ഈ പൊതുവായി കാണുന്ന ഒരു പ്രമേയം ഉണ്ടായിരുന്നു. അതായത് നായകൻ നായികയെ ചതിച്ചു, നായിക ഗർഭിണിയായി, അപ്പോൾ വഞ്ചിക്കപ്പെട്ട നായിക, എൻ്റെ കുട്ടിക്ക് അച്ഛനില്ല, അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിക്കുന്നു, നായിക നരകിക്കുന്നു. അതെ, ഇതൊക്കെ പഴയ കാലം. 80കളിലെ സിനിമകളിൽ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പം പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടെ അവെയറാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ ഗർഭിണി ആയാൽ പോലും എന്നെ വഞ്ചിച്ചു, ചീറ്റ് ചെയ്തു എന്നിങ്ങനെ അവർ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൂടെ വന്നിരിക്കും. ഉറപ്പായിട്ടും എത്ര ഇതാക്കെയാണെങ്കിലും പണ്ടാണ് ചതിച്ചിട്ട് ആള് കടന്നുപോയെന്ന് പറയാം. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടോണ്ടിരിക്കുന്ന എങ്ങനെ വന്നാലും കൂടെ വന്ന് സകല ചെലവും വഹിച്ചിട്ടേ പോവുള്ളൂ. അല്ല, അതിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, ഒരു 18-20 വയസ്സിനുള്ളിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഞങ്ങളൊരു ദിവസം വന്ന് കാണുന്നു. അപ്പോൾ ഒരു ബ്രേക്കപ്പാണ്. അപ്പം എത്രയോ വർഷമായി പ്രണയത്തിലായിരുന്നു, അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രേക്കപ്പായി. 20 years കാണും ആ കുട്ടിക്ക്. അപ്പം വീട്ടിലറിഞ്ഞു, ഇയാൾ സംസാരിക്കാതായപ്പോൾ ഈ കുട്ടി അയാളുടെ പുറകെ പോകാൻ തുടങ്ങി. അപ്പം അയാൾ വീട്ടിലറിയിച്ചു. അപ്പോൾ വീട്ടുകാരെതിർത്തു. അപ്പം അയാൾക്ക് കുട്ടിയെ വേണ്ട. ഈ വീട്ടുകാരും പറയുന്നത് വേണ്ട, ഇനി റിലേഷൻഷിപ്പ് അവസാനിച്ചു, ബ്രേക്കപ്പ്. ഓരോ ആളുകൾ എങ്ങനെ ബ്രേക്കപ്പിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചതിക്കപ്പെട്ടു, അതുകൊണ്ട് എനിക്കിത് ലീഗലി അയാൾക്കെതിരെ മൂവ് ചെയ്യണം എന്നാണ് ആ കുട്ടിയുടെ ആവശ്യം. അപ്പൊ ഞങ്ങളെ വന്ന് കാണുവാണ്, എനിക്കിത് ലീഗലി എനിക്ക് ടേക്കപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ് എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, എന്തിന് അയാൾക്ക് നമ്മളെ വേണ്ട, നമ്മൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് മ്യൂച്വലാണ്. നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ചതാണ്. ഇനി എന്തിനു നമ്മൾ അതിനെ ലീഗലി ടേക്കപ്പ്? പക്ഷെ ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇനി കുട്ടിയുടെ മുന്നിൽ ഒരു വലിയ ജീവിതം ഉണ്ടെന്നും ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാനുണ്ടെന്നും ഒന്നും കുട്ടി തിരിച്ചറിയുന്നില്ല. അതിനിപ്പം റിവെഞ്ച് എടുക്കണം. ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോവുക, പരാതി കൊടുക്കുക, എല്ലാം കഴിഞ്ഞ് അയാൾക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അല്ല, അതൊരു ലീഗൽ ഇഷ്യൂ ആണോ? ഇപ്പം സ്നേഹിച്ചു, വഞ്ചിച്ചു, മ്യൂച്വലായി എന്ത് നടന്നു കഴിഞ്ഞാലും വൺ സൈഡഡ് അല്ല. പിന്നെ പ്രോമിസ് ടു മാരി എന്ന് പറയുന്നത് ഒരു ഇതാണ്. അതായത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത്തരം റിലേഷൻഷിപ്പിൽ ഇത് ചെയ്യുകയും ഫിസിക്കലി യൂസ് ചെയ്യുകയും അതിനുശേഷം ഇത് ചെയ്യുകയും ചെയ്യുന്നത് പ്രോമിസ് ടു മാരി എന്നാണ് നമ്മൾ അതിനെ ലീഗൽ ഇതിൽ പറയുന്നത്. അത് ഒരു ഗ്രൗണ്ടാണ്. അത് വെച്ച് പക്ഷെ ആ കുട്ടി ഇനി ജീവിതകാലം മൊത്തം ഇനി ആ ട്രയൽ ആ കുട്ടി ഫേസ് ചെയ്യണം. അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. എനിക്കിപ്പോ ഇത് റിവെഞ്ച് എടുക്കണം, നമുക്കൊരു ജീവിതം മുന്നിലുണ്ട് എന്ന കുട്ടി തിരിച്ചറിയുന്നില്ല. അതുപോലെ ആര് ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കുട്ടി മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു റിവെഞ്ച് മാത്രമേ ഉള്ളൂ. അതിന്റെ കോൺസിക്വൻസസിനെ പറ്റി ചിന്തിക്കുന്നില്ല. അതൊരു വലിയ ഇപ്പോഴത്തെ ഒരു എന്തെന്നറിയില്ല. ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്നെ ഒരാള് ചതിച്ചു, ഞാൻ ഇത്രയും എൻ്റെ ടൈമും എനർജിയും ലൈഫും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത ഒരാൾ എന്നെ ചതിച്ചു, എൻ്റെ ലൈഫ് ഇവിടെ കഴിഞ്ഞു എന്നൊരു ചിന്തയിലാണ് കുട്ടി നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഒരു ജനറേഷന്റെ ഒരു പ്രശ്നം കൂടെയാണ്. ഈ ചതിയുണ്ടല്ലോ, ഒരു വൈരാഗ്യം, ഒരു വിദ്വേഷം, അത് പലപ്പോഴും ഈ കൊലപാതകത്തിലേക്കെല്ലാം എത്തിയിരിക്കല്ലേ. അത് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഈ ജനറേഷനിൽ വല്ലാത്ത രീതിയിലൊരു വൈരാഗ്യവും പക, ദേഷ്യം, വെറുപ്പ്, എന്താ അതിന്റെ പേരുള്ള കാരണം? അതായത് ഈ റോബർട്ട് സ്റ്റീൻബർഗിന്റെ തിയറി, ട്രയാങ്കിൾ തിയറി ഓഫ് ലവ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ കോറാണെന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങളാണ് ഒരു റിലേഷൻഷിപ്പിനെ ശരിക്കും പിടിച്ചു നിർത്തുന്നത്. എന്താണ് ഇന്റിമസി? ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മുമ്പേ പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. അതെ, ഇപ്പൊ ഫാമിലിയാണ് കരുത്, അമ്മ, അച്ഛൻ, മക്കൾ എല്ലാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. കമ്പാനിയൻസ് തമ്മിൽ ഇതുപോലെ തുറന്നുള്ള സംസാരങ്ങൾ, അത് 100% അതിന്റെ പെർസെന്റേജ് 100 ആയിരിക്കും. അത് 99 ആവാൻ പാടില്ല, 80 ആവാൻ പാടില്ല, 50 ആവാൻ പാടില്ല, 100 ആയിരിക്കണം. അപ്പം ഒന്നാമത് ട്രയാങ്കിൾ തിയറിയിലെ 3 ഇന്റിമസി എന്ന് പറയുന്നത്. ഇനി പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻ, അത് 100 ആയിരിക്കും. പലപ്പോഴും പല കാലത്തും മറ്റേ വേഴാമ്പലിന്
മഴവെള്ളം കിട്ടുമെന്ന് പറയുന്ന പോലെ കാത്തിരിക്കുന്ന അങ്ങനെ ഒരു കാര്യമില്ല. ഇതൊക്കെ ആ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാവേണ്ടതാണ്. അപ്പം ഇന്റിമസിയും പാഷനും 100 ആയിരിക്കും. ഇനിയുള്ളത് കമ്മിറ്റ്മെന്റ് ആണ്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് ആണ്, അല്ലെ? ഇപ്പൊ ഞാൻ ഒരു അധ്യാപകനും സ്റ്റുഡന്റും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ്, ഡോക്ടറും ഒരു പേഷ്യന്റും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ്. അപ്പൊ എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ എന്റെ കമ്പാനിയനോട് പറയാൻ എനിക്ക് തോന്നണം, അവളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസമാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളതാണ്. അതാണ് കമ്പാനിയൻ എന്ന് പറയുന്നത്, അല്ലെ കമ്പാനിയൻഷിപ്പ്, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതും 100 ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളാണ്. പാഷൻ കുറയാൻ പാടില്ല. കമ്മിറ്റ്മെന്റ്, എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, എനിക്ക് റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, അവിടെ അത് വീക്കാണ്. 50% പോലും ഇല്ല. പാഷനുണ്ട്, ഇന്റിമസി ഉണ്ട്, കമ്മിറ്റ്മെന്റ് 30% ഉള്ളൂ. പ്രശ്നമാണ്. ഇന്റിമസി ഉണ്ട്, കമ്മിറ്റ്മെന്റും ഉണ്ട്, പാഷൻ ഇല്ല, അത് പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ ഏരിയേറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിനെ വളർത്തണോ തളർത്തണോ, അതിന്റെ മുന്നോട്ടുള്ള യാത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പലപ്പോഴും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല സ്ത്രീകളും ഉണ്ട്. അതായത് ഈ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് സെക്സിൽ ഏർപ്പെടുന്നത്. അത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ സെക്സ് എന്നുള്ള പരിപാടി അവർ ചെയ്യത്തേയില്ല. ഭർത്താവിനും താല്പര്യമില്ല, സ്ത്രീക്ക് താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ ഭർത്താവിന് പതുക്കെ താല്പര്യം ഇല്ലാതെ വരെയാണ്. ഈ സെക്ഷൽ നീഡ് യഥാർത്ഥത്തിൽ പുരുഷനാണോ സ്ത്രീക്കാണോ ഏറ്റവും കൂടുതലുള്ളത്? പുരുഷനാണെന്നാണ് പറയപ്പെടുന്നത്. പുരുഷനാണ്. മനസ്സിലായി. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലുള്ള എല്ലാ കലകളും സ്ത്രീയെ ഏറ്റവും ഭംഗിയായിട്ടും വികൃതമായിട്ടും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. ആണല്ലോ. ഇത് കാണുന്ന പുരുഷന് അവൻ വാക്കിലൂടെയും കാഴ്ചയിലൂടെയും അവന്റെ ഉള്ളിൽ ഉത്തേജനങ്ങൾ ഉണ്ടാവും. സ്ത്രീക്ക് അതൊന്നും ഉണ്ടാവാറില്ല. നിങ്ങളെല്ലാം സ്ത്രീകളായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ശരിയോ തെറ്റോ? അതെ, സ്ത്രീക്ക് കുറച്ചുകൂടി ഇമോഷണൽ നീഡാണ് വേണ്ടത്. അവർക്ക് ഇമോഷണലി അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അത് പറയുന്നതിനിടയിൽ കിട്ടുന്ന ചില മൊമെന്റുകളാണ് ഇതിലേക്ക് എത്തപ്പെടുന്നത്. പുരുഷൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവന് 100% സെക്ഷൽ ആയിട്ടുള്ള തോട്ടാണ് അവരിൽ ഡോമിനന്റ് ചെയ്യുന്നത്. അപ്പോ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുന്ന സമയത്ത് അവരവരെ കൊച്ചുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ ഒരു പുതിയ ലോകത്തോടെ, അതായത് ചെറുപ്പത്തിലെ കണ്ടീഷനിങ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പേരൻസ് കണ്ടീഷനിങ് ചെയ്തു വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ. ഇങ്ങനെയാണ്, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, നീ അമ്മയാവാൻ പോകുന്നു, നിങ്ങളെ വളർത്തുന്ന കാര്യങ്ങൾ അമ്മയുടെ മാത്രം റോളാണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീയാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഇങ്ങനെ സ്ത്രീകൾ പോകുമ്പോൾ പുരുഷൻ അവന്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ചെല്ലുന്ന സമയത്ത് വിരക്തികൾ ഉണ്ടാകുമ്പോൾ അവൻ ഇതിൽ നിന്ന് പുറകിലേക്ക് വരും. അന്നുണ്ടായിരുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് എല്ലാവരും അല്ല പറയുന്നത്, ഒരു 70% അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ചില വ്ളോഗുകളിലൊക്കെ ഈ പോളിഗമി ആഘോഷിക്കുന്ന ചില വ്ളോഗുകളൊക്കെ കാണാറുണ്ടല്ലോ. 2 ഭാര്യമാരെ വെച്ച് തന്നെ അവരവരുടെ കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. ആ വ്ളോഗിനൊക്കെ ഭയങ്കര സബ്സ്ക്രൈബേഴ്സാണ്. ഈ വ്ളോഗിൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്നത് ഈ ഇതുപോലെ മോണോഗമി ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കാണ് ഈ ക്യൂരിയസ് ആയിട്ടുള്ളത്. ഇവർ ഈ പോളിഗമി വെച്ച് ഈ ഭാര്യയുടെ സെക്ഷൽ നീഡ്സ് അയാൾ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇതിനെന്തായാലും ഒരു ഇന്നെക്വാലിറ്റി വരുമല്ലോ ഈ സെക്ഷൽ നീഡില്, ഭാര്യമാരിലെ സെക്ഷൽ നീഡില്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ നമ്മളെപ്പോഴും ഈ പുരുഷൻ ഒരുപാട് സ്ത്രീകൾ എന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞാനൊരു ഡോക്യുമെൻ്ററിയിൽ കണ്ടതാണ്. അതായത് അയാൾക്ക് 7-8 ഭാര്യമാരുണ്ട്, എനിക്ക് തോന്നുന്നു 8 ഭാര്യമാരുണ്ട്. അയാൾ മോറോമോൺ എന്നുള്ളൊരു വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നത്. ആ വിശ്വാസം അനുസരിച്ച് കൂടുതൽ ഭാര്യമാർ എത്രത്തോളം വരുന്നു സ്വർഗത്തിൽ വലിയൊരു സ്റ്റേറ്റസ് കിട്ടുമെന്നാണ് ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ഇത്. അതനുസരിച്ച് അയാൾ ഇങ്ങനെ വീണ്ടും കൂടുതൽ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു മതപരമായി ഇപ്പോൾ മുസ്ലിം മതത്തിൽ നമുക്കിങ്ങനെ ഒരുപാട് കല്യാണം കഴിക്കാം. ഈ പോളിഗമി ശരിക്കും നമ്മളെ സൊസൈറ്റിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? കാരണം ഈ പറഞ്ഞ പോലെ പുരുഷന്റെ സെക്ഷൽ നീഡ്സ് കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സാറിന് ഒരു അടുക്കും ചിട്ട ഉണ്ടാവാനാണല്ലോ ഈ മാരേജും ഈ ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ളത്. ഈ പോളിഗമി വരുമ്പം അത് എങ്ങനെയായിരിക്കും നമ്മളെ സിസ്റ്റത്തിൽ വർക്കാവുന്നത്? അത് ശരിയായ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു മുന്നോട്ടും. കണ്ണില് നമ്മളെല്ലാം ഗവൺ ചെയ്യുന്ന നമ്മുടെ വ്യക്തി നിയമങ്ങളാണ്.
മുസ്ലിംസിന് മാത്രമേ 4 വിവാഹം വരെ ലീഗലി വാലിഡ് ആയിട്ടുള്ളൂ. അല്ലാതെ നിയമത്തിന്റെ കണ്ണിൽ രണ്ടാമത്തെ വിവാഹം ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് ആണ് രണ്ടാമത്തെ വിവാഹം. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു വിവാഹം എന്നല്ല, ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതിന് ലീഗൽ സാങ്ക്ടിറ്റിയും മറ്റുമൊക്കെ വരുന്നത് വിവാഹത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വേറെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന് പുറത്ത് നമുക്കൊരു ഇതുണ്ടാവും, അത് നമ്മൾ അഡൾട്ടറി എന്ന് പറയും. അതൊക്കെ ഒരു ഡിവോഴ്സിന്റെ ഒരു ഗ്രൗണ്ട് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മുടെ ഒരു പുതിയൊരു പ്രാക്ടീസ് ആയിട്ട് മാറുകയാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച ഓപ്പൺ റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പൊ വളരെ കൂടുന്നുണ്ട് എന്നുള്ളത്. അത് സൊസൈറ്റിക്ക് എത്ര നല്ലതാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണ്. കുറച്ച് വാല്യൂസ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ലോലെസ്നെസ്സിലോട്ട്, കാരണം നമ്മുടെ നിയമം എന്തായാലും അത്രയും വളർന്നിട്ടില്ല. കാരണം ഇപ്പോഴും നിയമത്തിന്റെ കണ്ണിൽ അതിന് സാധ്യത കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇനി ഇവോൾവ് ആയി വരുമ്പോൾ ഇനി നാളെ നിയമത്തിന് അതിന് സാധ്യത കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് അത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സേവ് ചെയ്തേ പറ്റുള്ളൂ, അറ്റ്ലീസ്റ്റ് ഫോർ ദി കമ്മിങ് ജനറേഷൻ. ഇപ്പൊ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് ഇമോഷണൽ നീഡ് ആണെന്ന്. അപ്പം എന്തായാലും സ്വാഭാവികമായിട്ടും താൻ സ്നേഹിക്കുന്ന പുരുഷൻ വേറൊരു സ്ത്രീയുടെ കൂടെ അവർക്കൊരു വിഷമം വരത്തില്ലേ? അതൊക്കെ സ്വാഭാവികല്ലേ? അതെ അതെ. പുരുഷൻ കൊണ്ടുവന്ന ഒരു സ്ത്രീയും കൊണ്ടുവന്നിട്ടില്ല. അവന്റെ ഇഷ്ടങ്ങൾക്കും വിഹിതങ്ങൾക്കും അനുസരിച്ചിട്ട് അവൻ മാനിപ്പുലേറ്റ് ചെയ്യാനും അവന്റെ താല്പര്യങ്ങളിലേക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതിന് അവൻ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണത്, അല്ലേ? അതെ അതെ. അല്ല, നമ്മൾ പണ്ട് ഈ പാഞ്ചാലിയുടെ സംഭവം പറയുമല്ലോ, ഈ ഒരു സ്ത്രീ പല പുരുഷന്മാരുടെ കൂടെ കഴിയുന്നത് ഈ പോളിയാൻഡ്രി എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഈ പാഞ്ചാലി പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പാഞ്ചാലിയെ കർണൻ ഇതേപോലെ വേശ്യ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ അർജുനൻ പല കല്യാണം കഴിച്ചു, ഭീമൻ 2-3 തവണ കല്യാണം കഴിച്ചു. പലപ്പോഴും അവിടെയും ഒരു പുരുഷ മേധാവിത്വം ഉണ്ട്. പുരുഷന് പല സ്ത്രീകളുമായി ബന്ധപ്പെടാം, പക്ഷേ സ്ത്രീ പല പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാൽ അവള് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവും. ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് നമ്മുടെ ചരിത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കഥപുസ്തകങ്ങളിലെല്ലാം ഉള്ളത്, ഈ പറയുന്ന മതപുസ്തകങ്ങളിലെല്ലാം ഉള്ളത്. അപ്പം അതിൽ ഇങ്ങോട്ട് കാലം ഒരുപാട് മാറി, അല്ലെ? കാലം ഇങ്ങോട്ട് മാറിയതിനു ശേഷം ഈ പറയുന്ന കാര്യം എത്ര പേരാണ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു റീസണിന്റെ പുറത്ത്? ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് ഇല്ല. ഇത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ശരിക്കും നമ്മളിപ്പോ ഈ ഫാമിലി ലൈഫിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്കൻസ് യൂറോപ്യൻസിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെ തന്റെ കുഞ്ഞിനെ വളർത്തി അതിന്റെ ഒരു ഗ്രാജുവേഷൻ ആകുന്ന ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ലോകത്തേക്ക് അവർ പോവുക. കാരണം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അവൻ അവൻ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് അവൻ പഠിച്ച് അവൻ സ്വന്തമായിട്ട് അവനൊരു പാർട്ണറിനെയൊക്കെ കണ്ടെത്തി, അപ്പൊ അതിന്റെ കല്യാണമാണ് ബുധനാഴ്ച കേട്ടോ വരണം എന്ന് പറയുന്ന ലെവലിലോട്ട് പിള്ളേർ മാറുന്നത് നമ്മൾ തെറ്റായിട്ട് കാണുക. ശരിയല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മൊബൈലിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കുക, ഓരോ സ്ഥലങ്ങളിലെ കൾച്ചറുകൾ, രീതി. അപ്പൊ നമ്മളെപ്പോഴും ഈ മൂല്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് പുറത്തേക്ക് പോകുന്നവരാണ് പുതിയ തലമുറ. നമ്മളത് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഈ റിലേഷൻഷിപ്പിനൊക്കെ കുറച്ച് സമയമുള്ളൂ എന്നൊന്നും പറഞ്ഞില്ലേ. ഇപ്പം ഈ ഒരു കുറച്ച് നാളത്തേക്കിനൊക്കെ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പോ ആളോട് ഇഷ്ടം തോന്നി. എനിക്ക് അവരുമായിട്ട് ഇരിക്കാനും അവരുമായിട്ട് എല്ലാ രീതിയിലും എനിക്ക് ഇഷ്ടപ്പെടാനാണ് എനിക്ക് താല്പര്യമുള്ളത്. കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം പോയി. അങ്ങനെ പറയാൻ പറ്റുന്നവരാണ് ഇപ്പോഴുള്ള പിള്ളേർ. അപ്പൊ നമ്മുടെ നമ്മളൊക്കെ മിലീനിയൽസ് അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ഇപ്പം ടെക്സാവി ആൽഫ കുഞ്ഞുങ്ങളുടെ കാലവും സെഡ് കാലത്തൂടെ അത് 2030 വരെ 38 വരെയുള്ള കാലഘട്ടത്തേക്കുള്ള കുഞ്ഞുങ്ങളാണ് പോയത്. അപ്പൊ നമ്മളൊക്കെ ഏകദേശം ഒരു മിലീനിയൻസ് കാലഘട്ടവും അല്ലെങ്കിൽ ബേബി ബൂമേഴ്സിന്റെ കാലത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ വളർന്നു വന്നേക്കുന്ന ആ ഒരു സിസ്റ്റം വെച്ച് നമ്മൾ ഇവരെ നോക്കിയാൽ വർക്കൗട്ട് ആവില്ല. ഇവരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് വേറൊരു ലോകമാണ്, വേറൊരു തോട്ട് പ്രോസസ് ആണ് ഇവർ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്.
അപ്പൊ ഇനി ഇതൊക്കെ ഇത്രേ ഒരേപോലെയാണ്. കാരണം ഇപ്പൊ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് അടുത്തത് കൊടുക്കുമ്പോൾ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ പിന്നെ കൊടുക്കുമ്പോൾ വേറെ ഇമേജ് അല്ലേ വരുന്നത്, സെയിം തന്നെ വരുന്നില്ലല്ലോ. അതെ ഡോക്ടർ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു സ്ത്രീ പല പുരുഷന്മാരുമായിട്ട് സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നു, അതുപോലെ പുരുഷൻ പല സ്ത്രീകളുമായിട്ട്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഇതുപോലത്തുള്ള ഈ മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പല മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉള്ള സെക്ഷൽ പ്രശ്നങ്ങൾ കാണത്തില്ലേ? ഇഷ്ടം പോലെ. അതാ ഞാൻ പറയുന്നത്, ഇമോഷണൽ കണക്ട് വളരെ കുറവാണ്. ഇപ്പൊ സ്ത്രീകൾ കുറച്ചും കൂടെ, ഇപ്പം പണ്ട് നേരത്തെ പറഞ്ഞല്ലോ മെയിൽസ് ആയിരുന്നു കൂടുതൽ ഡോമിനന്റ്. സ്ത്രീകൾ ചിലർ വന്നിട്ട് എനിക്ക് ലിബിഡോ കുറവാണ്, വളരെ ഫ്രാങ്ക് ആയിട്ട് പറയും, ഡോക്ടർ എനിക്ക് ലിബിഡോ കുറവാണ്, ഐ നീഡ് സംതിങ്. ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡ്രൈവ്, അത് കുറവാണ്. സോ ഐ നീഡ് സംതിങ്, ഐ നീഡ് ടു ടോപ്പ് ഇറ്റ് അപ്പ്, സോ കെൻ യു ഗിവ് മീ സംതിങ് എന്നൊക്കെ ചോദിച്ചു വരും. പിന്നെ ലൂബ്രിക്കേഷൻ, 75-year-old ladies come with for lubrication. See, people do enjoy sex nowadays. അപ്പം പണ്ടത്തെ ആ ഒരു ചിലർ ഉണ്ടല്ലോ, പണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല, ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ചില കല്യാണം കഴിച്ച് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് എന്ന് പറയും, ഇപ്പൊ നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ ഡോക്ടറെ, ഇതൊക്കെ സംഭവിക്കുമ്പോ ഒന്നും പൂത്തിരി കത്തുന്നൊന്നും ഇല്ലല്ലോ, നത്തിങ് ഹാപ്പനിങ്. അപ്പൊ ദ പ്രോബ്ലം ഇസ് ദ മെയിൽസ് തിങ്ക് ദാറ്റ് ദേ നോ എവറിഥിങ് അബൌട്ട് എ ഫീമെയിൽ. ഫസ്റ്റ് ആദ്യം പറഞ്ഞ സാർ പറഞ്ഞ പോലെ തുറന്ന് സംസാരിക്കുക, നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് പാർട്ട്ണറിനോട് പറയുക. മേക്ക് ഷുവർ യു ഹാവ് എ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ സോ ദാറ്റ് യു കമ്മ്യൂണിക്കേറ്റ് വാട്ട് യു ലൈക്ക്. അല്ലാതെ ഇത് വെറുതെ ഇങ്ങനെ എന്താ പറയാ ഒരു ചടങ്ങ് പോലെ പോയിട്ട് കാര്യമില്ല. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഈ മൾട്ടിപ്പിൾ ആൾക്കാരോട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ഈ വജൈന സംബന്ധമായിട്ടുള്ള ഒരുപാട് മെഡിക്കൽ ഇഷ്യൂസ്, ഒത്തിരി STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത്, അത് ഈവൻ പെനട്രേറ്റീവ് സെക്സ് പോലും വേണ്ട, ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് അരിമ്പാറ പോലെ വരാം, ജെനിറ്റൽ വാട്സ് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ HPV വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ക്യൂർ ഇല്ല. ദർ ഇസ് നോ ക്യൂർ. അത് ഇപ്പൊ നമ്മളെപ്പോഴും പറയും സർവൈക്കൽ ക്യാൻസർ HPV എന്ന് പറയും, പക്ഷെ അത് ഈ HPV ക്യാൻ അഫക്ട് ദ മെയിൽ പാർട്ട്നേഴ്സ് ഓൾസോ. വിനൈൽ ക്യാൻസർ, ഏനൽ ക്യാൻസർ, ഇനോറെക്ടൽ, ഈ ഓറൽ, വാട്ട് എവർ സെക്സ് ദേ ആർ ഡൂയിങ്, ഏനൽ ഓറൽ ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒന്നുമില്ല. സോ എവറിത്തിങ്. അപ്പൊ എങ്ങനെ എക്സ്പോഷർ കിട്ടിയോ അവിടെ വെച്ച് 2 പാർട്ട്നേഴ്സിനും STDs വരാം. ഈ HPV വന്നു കഴിയും മേ ബി ഒരു 10 to 15 years കഴിയുമ്പോൾ അത് ക്യാൻസർ ആയിട്ട് വരാം. സോ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ മറ്റേ HPV വാക്സിനേഷൻ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്നേഴ്സ് 15 yearsന് താഴെയാണെങ്കിൽ 2 ഡോസും, ആഫ്റ്റർ 15 years 3 ഡോസസും എടുക്കാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ടേക്ക് പ്രൊട്ടക്ഷൻ. ഇന്നത്തെ കാലത്തെ അവയർനെസ്, അറ്റ്ലീസ്റ്റ് ഇഗ്നറൻസ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇത് വന്നു കഴിഞ്ഞ ഒത്തിരി പേരുണ്ട് എനിക്ക് പേഷ്യൻസ്, യോ ഡോക്ടറെ ഇത് ക്യാൻസർ എപ്പോ വരും, ഇങ്ങനെ പേടിച്ച് കഴിയുക. ക്യൂർ ഇല്ല. ഒരു കുട്ടിക്ക് എനിക്കറിയാൻ ഒരു ഒറ്റ പാർട്ട്ണറേ ഉള്ളൂ, ബട്ട് ഷീ ഗോട്ട് ഇറ്റ് ഫ്രം ഹിം. പക്ഷെ വന്നു കഴിഞ്ഞ അയ്യോ ഇനി എന്ത് വരും, ഫുൾ പല രീതിയിലാണ് ഇത് വരുന്നത്. പല അതിന്റെ ഒരു സിംറ്റംസ് ഇച്ചിങ് വരാം, ഫൗൾ സ്മെല്ലിങ് വരാം, ഡിസ്ചാർജസ് വരാം. പിന്നെ പാപ്സ്മിയർ ഉണ്ട്. നമുക്കിത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് HPVയുടെ DNA ടെസ്റ്റ് ഉണ്ട്, പാപ്സ്മിയർ പോലെ തന്നെ. അത് ചെയ്താൽ അറിയാം HPV പോസിറ്റീവ് ആണോ ഇല്ലയോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഈ പോളിഗമിയില് ഭർത്താവിന് ചിലപ്പം കുറച്ച് പ്രായം കാണും. അപ്പം ഇയാള് ഈ നാല് കെട്ടൊക്കെ ആകുമ്പോൾ ഈ 4ാമത്തെ വൈഫ് കുറച്ച് പ്രായം കുറഞ്ഞ വൈഫായിരിക്കും. അപ്പം അയാൾ അത്ര സെക്ഷലി ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ ഈ 4ാമത്തെ കുട്ടി അവര് കുറച്ച് പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കുമല്ലോ, അവര് സെക്ഷലി വളരെ ആക്റ്റീവ് ആയിരിക്കും. ആ പെൺകുട്ടിയുടെ സെക്ഷൽ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ ചിലപ്പോൾ ഇയാൾക്ക് സാധിച്ചെന്ന് വരത്തില്ല. അപ്പം അത്തരം കേസുകളിൽ ഈ സെക്ഷൽ ഡിപ്രിവേഷൻ കൊണ്ട് അവർക്കുണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മെന്റലി അവർ ഭയങ്കര ബ്രെയിൻഡ് ആയിരിക്കും. അതല്ലാതെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. സെക്സിൽ സംഭവിക്കുന്ന എന്താണ്, ബേസിക്കലി there are a lot of good hormones coming in. Your heartbeat goes faster, ബ്രെയിനിൽ കുറെ നല്ല ഹോർമോൺസ് വരുന്നു, so you feel good about yourself. അപ്പൊ ബേസിക്കലി സെക്സ് റെഗുലർ സെക്ഷൽ ലൈഫുള്ള ഒരു കപ്പിളാണെങ്കിൽ ഒത്തിരി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് സോ ഗുഡ് ഫോർ യു. അത് പകുതി പേർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പകുതി പേര് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ കണക്ട് ഇല്ല. ഒരു ഹസ്ബൻഡ് വേറെ റൂമിൽ ചടങ്ങ് പോലെ അത് ബേസിക്കലി വി വോണ്ട് പീസ് അറ്റ് ഹോം അല്ലേ. പിള്ളേർ റൂമിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഫൈൻ, ലെറ്റ് us go like that എന്ന് പറയും. See, the thing is that but sex is important in your life. അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ശ്വാസം എടുക്കുന്നു, വായു എടുക്കുന്നു, അതേപോലെ തന്നെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബോണ്ടിങ് ആണ്. പിന്നെ നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിപ്പിക്കും
അയ്യോ സെക്സിനെ പറ്റി സംസാരിക്കാൻ പാടില്ല, തെറ്റാണ്. എനിക്ക് പേഷ്യൻസ് വരുന്നുണ്ട് കല്യാണം കഴിച്ച് 5-10 വർഷം കഴിഞ്ഞിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ വെജാനിസ്മസ് ആയിട്ട്. അത് മെയിൻ കാരണം എന്താ, ഈ മനസ്സിലെ പേടിയാ. ഇത് എത്ര കൗൺസിലിംഗിലും അതങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഒന്നില്ലെങ്കിൽ കുറച്ചില്ല സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരോട് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് പാടില്ല, ഇത് തെറ്റാണെന്ന്. അപ്പൊ ഈ ഹസ്ബൻഡ് വരുമ്പോഴും ഇവരുടെ വിചാരം ഇത് തെറ്റാണ്, സോ നോ. എത്ര നാൾ ഇയാള് ട്രൈ ചെയ്യും? നമ്മുടെ നാട്ടിലെല്ലാരും ഇത് തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ മാതാപിതാക്കളെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. മോശമായ ഒരു പ്രക്രിയയാണ് സെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒളിച്ചും പാത്തും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മളുടെ ജനറേഷൻ. കാരണം ഇപ്പം സെക്ഷൽ വീഡിയോകള്, ഫോൺ വീഡിയോകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഒളിച്ചും പാത്തിരുന്ന് കണ്ടതാണ്. അല്ലെ, അതാണ് ഈ പോൺ വീഡിയോസ് കാണുന്ന ഒരു തെറ്റാണോ? തെറ്റാണ് ആരുടെ പെർസ്പെക്ടീവ്സിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അതെ, നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട് ഫോൺ വീഡിയോസ്. അതായത് എന്റെ ആ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന പ്രായത്തില് ഇത് കണ്ടിട്ടുണ്ട്. ഞാനത് എവിടെയും പറയും കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത് കാണണോ വേണ്ടയോ എന്നുള്ളത് എന്തുകൊണ്ട് അയാൾ ഇത് കണ്ടു, അല്ലെങ്കിൽ പിന്നെയും അയാൾ എന്തിനത് കാണും. അപ്പം ഭാര്യയിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടോ താൻ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഇമേജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതുപോലെ അല്ലാതിരുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ അതിനാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതെ അതെ, അവര് തമ്മിലുള്ള കൗൺസിലിംഗ്സിനിടയിൽ മനസ്സിലാക്കി എടുത്തിട്ട് അയാൾക്ക് കൃത്യമായ തെറാപ്പി കൊടുക്കണം, അല്ലേ? ബേസിക്കലി ഇപ്പം സെക്ഷൽ ലൈഫ് ആയിക്കോട്ടെ, അല്ലെ നമ്മുടെ രണ്ട് ഇൻഡിവിജ്വലിന്റെ നീഡ്സ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? വാട്ട് ഐ നീഡ് ഈസ് ഓൾവേസ് ഡിഫറെന്റ് ഫ്രം വാട്ട് യു വാണ്ട്. അപ്പം ഇപ്പം പറഞ്ഞ പോലെ, അതായത് അസേർട്ടീവായിട്ട് ഇന്നത്തെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ കൂടുതൽ അസേർട്ടീവാ. എനിക്ക് വേണ്ടത് എന്താന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ഫീമെയിൽ, അവർക്ക് വേണ്ടത് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വുമൺ എംപവർമെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളും, മെയിലിനോ ഫീമെയിലിനോ ഇല്ല, വാട്ട് ഐ വാണ്ട് എന്നുള്ളത് അവർക്ക് നല്ല ഫോക്കസാണ്. പക്ഷെ അവിടെ മിസ്സായി പോകുന്ന ഒരു കാര്യമുണ്ട്, വാട്ട് ദ അതർ പേഴ്സൺ വാണ്ട് എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വിട്ടുപോകുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് വേണ്ടതും മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടതും മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും വേണ്ടുന്നത് മിക്സ് ചെയ്തിട്ട് ഒരു മിഡിൽ ഗ്രൗണ്ട് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ സെക്ഷൽ ലൈഫിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ഇതുപോലെ പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് റിയലിസ്റ്റിക് ആവാം, അൺറിയലിസ്റ്റിക് ആവാം. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യണം. ചിലപ്പോൾ മറ്റേ പാർട്ട്ണർ കംപ്ലീറ്റ്ലി ഇതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണോ ഈ പറഞ്ഞ പോലെ. ഒരു സ്റ്റേജ് വരെ നമ്മുടെ കുട്ടികളോട് പറയുന്നത് എന്താ, ഇതൊരു ടാബുവാ, വേണ്ട, നോ. കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രി എസ് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, ആ നോയിന്ന് ഏസിലേക്ക് വരുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് പോലെ. ചിലർക്ക് അത് വളരെ ഈസിയാണ്, ചില കുട്ടികൾക്ക് നീഡ് ടൈം, ചിലർക്ക് ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ്, ഇപ്പോൾ വജൈനിസ്മസ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ എനിക്കറിയാം. 5 വർഷമൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് ഇവർ ഇഷ്യൂസിലൊക്കെ ഇവിടെ പോവാ, ഭാര്യയും ഭർത്താവും. പക്ഷെ ബാക്കി എല്ലാ ആസ്പെക്റ്റിലും അവരുടെ റിലേഷൻഷിപ്പ് ഓക്കെയാണ്. സോ അവർ സെക്ഷൽ ലൈഫിൽ ബേസിക്കലി ഓക്കെ, ഇനി മറ്റേ ആളെ ഹേർട്ട് ചെയ്യേണ്ടെന്ന് ഓർത്ത് മറ്റേ പാർട്ട്ണറും അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, ഒക്കെ വിട്ടേക്കാം. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. അപ്പോൾ ഇങ്ങനത്തെ സെക്ഷൽ എഡ്യൂക്കേഷൻ ഇന്ന് കുട്ടികൾക്ക് ഒരു സ്റ്റേജ് മുതൽ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്ക് അറിയില്ല ഇങ്ങനെ വജൈനിസ്മസ് എന്ന് പറഞ്ഞ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചൈൽഡ്ഹുഡിൽ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്യാൻ ഇമ്പാക്ട് മൈ മാരിറ്റൽ ലൈഫ് ഇൻ ദിസ് വേ. ഇത് അറിയാത്തത് കൊണ്ട് പലർക്കും മാരിറ്റൽ ലൈഫ്. ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനെ ഇത്തരം കേസുകൾ വന്നിട്ടുണ്ട്, അതായത് ഭർത്താവിൽ നിന്ന് സെക്സ് നിഷേധിക്കപ്പെടുന്ന, ഭർത്താവിന് താല്പര്യമില്ലാത്ത, അതുകൊണ്ട് മെന്റലി ഡ്രെയിൻഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഒത്തിരി പേര്. അല്ല, അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു സിംറ്റംസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഭർത്താവെന്ന് മാത്രമല്ല, ഇപ്പൊ ഭാര്യയിൽ നിന്ന് സെക്സ് കിട്ടാത്ത ഭർത്താവും ഭർത്താവിൽ നിന്ന് തിരിച്ചും 2 രീതിയിലും നമുക്ക് കാണാം. അപ്പൊ അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ചിലപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടുന്ന രീതിയല്ല മറ്റേ ആൾ ഫോളോ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ അസേർട്ടീവ് ആണ്, എനിക്ക് വേണ്ടത് പറയുന്നു, പക്ഷെ എംപതി ഇല്ല, വാട്ട് ദ അതർ പേഴ്സൺ വാണ്ട് ഓർ നീഡ് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാതെ വരുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരു ഡിറ്റാച്ച്മെന്റ് നാച്ചുറലി സംഭവിക്കുകയല്ലേ. ചിലപ്പോൾ ഡിറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കും ഇത് നിഷേധിക്കപ്പെട്ടത്. ഓക്കെ എനിക്ക് വേണ്ടത് നീ തരുന്നില്ല, സോ വൈ ഷുഡ് ഐ ഹാവ് ടു മേക്ക് യു ഫീൽ ഹാപ്പി. അപ്പോൾ അങ്ങനെ ഡിറ്റാച്ച്മെന്റിൽ പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാതെ റെസ്പെക്ട് ഉണ്ട്, ബാക്കി എല്ലാ രീതിയിലും ദേ ആർ ഗോയിങ് വെൽ, സോ അങ്ങ് മിണ്ടാതെ അങ്ങ് പോകും. അങ്ങനെ പലരും ലൈഫിൽ ചിലപ്പോൾ അക്കോമഡേറ്റഡ് ആയി പോകും. ഓക്കെ, ഞാൻ കാരണം ആൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, ഇതല്ലേ ആൾക്ക് ഇഷ്ടം, ഓക്കെ, അല്ലെങ്കിൽ ആളുടെ താല്പര്യം അനുസരിച്ച് ഞാനങ്ങ്. അപ്പം എൻ്റെ നീഡ് പലപ്പോഴും പറയുന്നില്ല. ഈ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് ഈ
ലൈഫിൽ മറ്റേ ആൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്യാം. അതായത് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറയുന്നില്ല, മറ്റേ ആൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കാം. കുറച്ച് നാൾ കഴിയുമ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂതനയായിട്ട് മാറുന്ന ഒരു വൈഫ് എന്നൊക്കെ പറയുന്ന സന്ദർഭം. കാരണം ഉള്ളിൽ വെച്ചതെല്ലാം പുറത്തേക്ക് ഇങ്ങനെ പ്രാവിക്കൊണ്ടിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ഇങ്ങനെ കേസസ് വന്നിട്ടുണ്ടോ? എനിക്ക് ഭർത്താവിൽ നിന്ന് സെക്സ് നിഷേധിക്കപ്പെടുന്നു, അതിനെന്തെങ്കിലും ലീഗൽ ആക്ഷൻ, ഡിവോഴ്സ് വേണം? ഒരു 5 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി ഇതുവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഹസ്ബൻഡിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം, നമുക്ക് സോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പക്ഷെ 5 വർഷം ഒരാളുടെ ലൈഫിൽ 5 വർഷം ഒരു റിലേഷൻഷിപ്പ് ഒരു അറേഞ്ച് മാരേജ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ്. അറേഞ്ച് മാരേജിൽ എൻട്രി ചെയ്തു, ഫാമിലി എല്ലാവരും ഇൻവോൾവ് ആണ്. അതിനുശേഷം മാരേജിനകത്ത് ഈ 4 വാൾസിൽ എന്ത് നടക്കുന്നു, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി പുറത്തു നിന്ന് ഉള്ള ആളുകൾക്കുള്ള ഇൻഫർമേഷൻ വളരെ കുറവായിരിക്കും. എനിക്ക് കേട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, കേട്ടതില്ല കേട്ടോ, സെയിം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ പണ്ടൊരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കേസാണ്. അതായത് ഇതുവരെ 6 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഫിസിക്കലി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഈ സംസാരത്തിനിടയിൽ അതിൽ ഒരാൾ എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം മാതാപിതാക്കള് ഇവരുടെ എല്ലാവർക്കും വലിയ ആഗ്രഹം ഒരു കുട്ടിയൊക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കണം, ഇതൊന്നും ഇവർക്കിത് പുറത്ത് പറയാൻ പറ്റിയിട്ടില്ല. ഒരു യാത്രക്കിടയിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, പെൺകുട്ടിക്ക് ഇയാളുടെ നെഞ്ച് കാണുമ്പോൾ, ഈ നെഞ്ച് ഭാഗം കാണുമ്പോൾ മരിച്ചുപോയ തന്റെ അച്ഛന്റെ നെഞ്ചുമായിട്ട് ഡിറ്റോയാണ്. ഈ മകള് നെഞ്ചത്ത് ചേർന്ന് കിടന്നുറങ്ങി ഒരുപാട് നാളുകളാണ്. അപ്പൊ ഇത് വരുമ്പോഴത്തേനും ഈ പെൺകുട്ടി കംപ്ലീറ്റ്ലി അച്ഛനാണ് കിടക്കുന്നത്. മനസ്സിലായി, ഇങ്ങനെ ഒരു തോട്ട് വരികയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇത്തരം കാലമായിട്ടില്ല മനസ്സിലായിട്ടുള്ള ഒരു റീസൺ ആണ്. പക്ഷെ നമുക്കത് പറയാം, അനുഭവിക്കുന്നവർക്കത് ഗുരുതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതങ്ങൾ പലതാണ്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവരനുഭവിച്ച വേദന. അവരുണ്ടാകും കല്യാണം കഴിച്ചു കുട്ടിയൊക്കെയായി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ലോകത്ത്. ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട് ഇതുപോലെ. ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ അവർ വന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നോർമലായിരിക്കും, പക്ഷെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട്, വന്ന് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ കൂടെ ഞങ്ങൾ സൈക്കോളജി കൗൺസിലിംഗ്, ബിക്കോസ് ഇത് മാത്രം ചിലർക്കൊക്കെ ഫിസിക്കൽ ബ്ലോക്ക് ഉണ്ടാവും. ഈ വെജൈനയുടെ അവിടെ സാധാരണ ഒരു ചെറിയ ഹൈമൻ പോലെ കാണും, നോർമലി അതങ്ങ് പോകും ഫസ്റ്റ് ഇതിൽ. ചിലർക്ക് സെപ്റ്റം പോലെ ഉണ്ടാവും, തിക്കായിരിക്കും. ചിലരുടെ ഇൻട്രോയിറ്റസ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ഒരു ഫിംഗർ പോലും പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻട്രോയിറ്റസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മെക്കാനിക്കൽ ബ്ലോക്ക് ഉള്ളത് നമ്മളത് സർജിക്കലി കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തെറപ്പി കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കും. പിന്നെ ഈ ബന്ധപ്പെടാൻ പറ്റാത്ത ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ഈ പെർഫോമൻസ് ആൻസൈറ്റി, നമ്മൾ ഈ എന്താ പറയുക ഇറക്ഷൻ പ്രോബ്ലംസ്, പ്രീമച്വർ ഇജാക്കുലേഷൻ, അങ്ങനെ പലതും ഉണ്ട്. ഇവർക്കിത് പ്രോബ്ലം ഉണ്ട്, പക്ഷെ അവരുടെ വൈഫിന് മുമ്പിൽ ഇത് കാണിക്കാൻ വിഷമം. സി ദ തിങ് ഈസ് ദാറ്റ് ഇന്നത്തെ കാലത്ത് ദർ ഇസ് ട്രീറ്റ്മെന്റ് ഫോർ എവറിഥിങ്. എല്ലാത്തിനും ഓരോ പരിഹാരങ്ങളും ട്രീറ്റ്മെന്റും ഉള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അത് ഒന്ന് പോയി ആരോടെങ്കിലും ഒരു മെയിൽ ഡോക്ടറെ പോയി കണ്ട് ഇതാണ് എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞ് അതങ്ങ് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ഇവര് വെച്ചിരുന്ന് അത് വല്ലാതെയാക്കും. പിന്നെ അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല, ഗേ ആണ് പുള്ളി, എന്നാ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ലൈക്ക് ഗേ ആണെങ്കിൽ ലെറ്റ് ഹിം ഹാവ് ഹിസ് ഓൺ ലൈഫ്, ലെറ്റ് ഹിം ഡു വാട്ട് ഹി വാണ്ട്സ്. പക്ഷെ അതിനൊരു കുട്ടീനെ കല്യാണം വീട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ മാറുമെന്നുള്ള ഒരു സംഭവം പറഞ്ഞ് ഈ കുട്ടിയോട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന കുട്ടി എന്ന് പറഞ്ഞാല് കുട്ടികളാവുന്നില്ല എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ ഇവര് സെക്സ് ചെയ്യുന്നത് ഏനലാണ്. അപ്പൊ പിന്നെ എവിടെ കുട്ടി ഉണ്ടാവുന്ന സീമൻ ഇസ് ഡെപ്പോസിറ്റഡ് ഇൻസൈഡ് ദ ഏനസ്. സോ ഹൗ ഇങ്ങനെ ബേബി ഉണ്ടാവുക? നമ്മുടെ സമൂഹത്തിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളൊരു വിവാഹപ്രായം ആകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി എല്ലാം നോക്കും. നമ്മള് കാസ്റ്റ് നോക്കും, ജാതകം നോക്കും, കമ്പാറ്റബിലിറ്റി നോക്കും, എല്ലാം നോക്കും. ബേസിക് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട പല കാര്യങ്ങളെ പറ്റിയിട്ട് സെക്ഷലി ആക്റ്റീവ് ആണോ, സെക്സിനെ കുറിച്ച് ധാരണയുണ്ടോ? അല്ല, അവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ പൊതുവെ ഈ കല്യാണത്തിന് മുന്നേ സെക്സ് ചെയ്യുന്നത് വലിയൊരു പാപമാണെന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരു ടാബു ഉണ്ടല്ലോ. മാത്രമല്ല ഈ കന്യകാത്വം എന്ന് പറയുന്ന വളരെ പരിപാവനമായിട്ടുള്ള ഒരു സംഭവമാണ്. കാലത്ത് ഉണ്ടായ കുട്ടികൾ
കുട്ടികൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ വേർജിനായിട്ട്. ന്യൂ ബോൺ ബേബീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതൊക്കെ പ്രതീക്ഷിക്കണ്ട അധികം പേര്. അപ്പൊ ഇനി അത് പ്രതീക്ഷിക്കേ വേണ്ട. അതെ, ഒതന്റിക് സോഴ്സ് ആണ്. അപ്പൊ ഈ കല്യാണത്തിന് മുന്നേ സത്യം പറഞ്ഞ സെക്സ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന് മുന്നേ സെക്സ് ചെയ്യാത്തവര്, സെക്സ് എന്താണെന്ന് അറിയാത്തവരാണ് ഈ കല്യാണം ശേഷം കിടന്ന് കഷ്ടപ്പെടുന്നത്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്ത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. അതായത് ഭക്ഷണം പോലെ മനുഷ്യന് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് സെക്സ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബ്രോത്തൽ ഷോപ്പുകൾ ഇല്ലാത്തത്? ഇന്ത്യയിൽ മാത്രമാണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമാണ് ഇല്ലാത്തത്. ആംസ്റ്റർഡാമിലൊക്കെ തായ്ലൻഡ് 19 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലും ജർമ്മനിയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ലീഗലായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രോത്തൽ ഷോപ്പുകളുണ്ട്. നമുക്കൊരു സെക്ഷൽ ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് അവിടെ പോയി സെക്സ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് തെറ്റല്ല. ഇവിടെ സെക്സ് ചെയ്യാൻ ഒരാളെ വിവാഹം കഴിച്ചാൽ മാത്രമേ നടക്കൂ. പിടിയോ? ഇനി വിവാഹം കഴിച്ചതിന് ശേഷം അതിൽ ഞാൻ ഹാപ്പി അല്ലെങ്കിലും തുടരണം, ആ വീട്ടിൽ തന്നെ തുടരണം. ചിലപ്പോൾ 2 ബെഡിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് പബ്ലിക്കിനെ കാണിക്കുന്ന രീതിയിൽ ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനൊരു യാത്രക്കിടയിൽ ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യം പറയാം. മുമ്പൊരു വീഡിയോ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പൊ ഈ അച്ഛൻ എന്നോട് പറയാം, ഞാനൊരു കാര്യം നിവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിവിനത് എങ്ങനെ എടുക്കുമെന്ന് പറയാം. എൻ്റെ 22 വയസ്സുള്ളൊരു മകൻ, വളരെ എനർജറ്റിക് ആയിട്ടൊരു മകനാണ്, അടിപൊളിയാണ്, എന്നെ പോലെയാണ്. അവന് ബൈക്ക് ആക്സിഡന്റ് കംപ്ലീറ്റ് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. അവനിപ്പോ കംപ്ലീറ്റ്ലി ബെഡിലാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് 6 മാസം കൂടുമ്പോൾ ഒരു പോസ്റ്റിറ്റ്യൂട്ടിനെ ഒരു ദിവസം അവന്റെ മുറിയിൽ കയറ്റി ഞാൻ വിടാറുണ്ട്. തെറ്റുണ്ടോ? എന്നോട് ചോദിക്കുക. എനിക്ക് ഉത്തരം തെറ്റില്ല, കറക്റ്റാണ്. കാരണം അവന്റെ നീഡ് അറിയാവുന്ന അപ്പനാണ്. പക്ഷെ ഈ അപ്പന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ അത് വലിയ തെറ്റാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കുന്നു, വിളിച്ചതിന് ശേഷം മകന്റെ മുറിയിലേക്ക് കടത്തി വിടുന്നു, എന്നിട്ട് അപ്പം കാവലിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. വ്യത്യസ്തമാണ് ഈ ലോകം, മനസ്സിലായി? എല്ലാ കാര്യവും വ്യത്യസ്തമാണ്. ഞാൻ മുമ്പേ ചോദിച്ചത് ബ്രോക്കറുകൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ലെന്നാണ് ഞാൻ ചോദിച്ചത്. ലീഗലി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ്, പാപമാണ്. ഈ എറണാകുളത്ത് എത്ര ഇടത്തു നിന്നാണ് റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്. ഇനി ചിലപ്പോൾ ചോദിക്കും, നീ ബ്രോക്കറിന്റെ കാര്യമൊക്കെ പറയും, വീട്ടിൽ നിന്ന് നിന്റെ അമ്മയോ പെങ്ങളെയൊക്കെയാണോ കൊണ്ട് അവിടെ നിർത്താൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? അങ്ങനെ ചോദിക്കാനുള്ള കുറെ ആൾക്കാരാണ് ഇത് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്, മനസ്സിലായി? അതായത് നമ്മൾ മൊറാലിറ്റിയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ശരിക്കും അത് വയറ്റപ്പെടുപ്പിന് ഗതികെട്ട മനുഷ്യരല്ലേ അങ്ങനെ ചെയ്യുന്നു? അല്ല, ഗതികേട് കൊണ്ട് ചെയ്യുന്നതല്ല, അല്ലാത്ത ആളുകളുണ്ട്. പുറത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ ഒന്നും അവിടെ ഒരു ബ്രോത്തലൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബ്രോത്തലൊന്നും അവിടെ ഒരു എംപ്ലോയി ആവാൻ പറ്റില്ല. അതായത് തെരുവിൽ കിടക്കുന്ന ആരെയെങ്കിലും പിടിച്ചിട്ടാണ് അവിടെ കൊണ്ടിടുന്നത്. അല്ല, സർട്ടിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ സംഭവങ്ങളുണ്ട്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും പാസ്സായ ആൾക്കാരെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എവറി മന്ത് അവർക്ക് ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലാതെ ലൈസൻസ്, ഗവൺമെന്റ് ലൈസൻസോടെ ചെയ്യുന്നതാണിത്, മനസ്സിലായി? ഇത് ആർക്കൊക്കെ വേണ്ടിയാണ്? അത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. ഈ നാട്ടിലുള്ള കൊച്ചു പിള്ളേർക്ക് അവർക്കെല്ലാം പോയി ചെയ്യാനുണ്ട്. അതിനൊക്കെ പ്രായവും പാസ്പോർട്ടും അതിനൊരു ലിമിറ്റും എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ വരേണ്ടത്, അത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കുഞ്ഞു കൊച്ചിനെയൊക്കെ പീഡിപ്പിക്കും ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവന് പൈസ കൊടുത്ത് ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ പോയാൽ പോയി, അല്ലേ? അവന്റെ പ്രശ്നം അയാള് പീഡോഫിലിക് ആയിരിക്കും. അങ്ങനെയുള്ളൊരു പീഡോഫിലിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. അത് നമ്മള് ഗവൺമെന്റ് അറിയണ്ടേ? അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവർക്ക് ജീവിക്കണ്ടേ? അല്ല, അതൊരു രോഗമാണ് എന്നത് എന്തെങ്കിലും ഇവന്റ് നടന്നതിന് ശേഷമാണ് അവൻ ഫിഡോഫീലിക് ആണെന്ന് നമ്മൾ പറയാം. നമ്മളിവിടെ രാജ്യത്തെ ഒരു കുഴപ്പമില്ല, വണ്ടി തന്നെ കൂട്ടി ഇടിച്ചതിന് ശേഷമാണ് അവൻ ലൈസൻസ് ഇല്ലായിരുന്നു എന്നും മറ്റേ വണ്ടിക്ക് അവൻ ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാകും. പുറത്ത് അങ്ങനെ അല്ല, ഇരിക്കുന്നതിന് മുമ്പേ അറിയാം ഇവന്റെ വണ്ടി എലിജിബിൾ അല്ല, മനസ്സിലായി? ഇവിടെ ഇവന്റ് നടന്നതിന് ശേഷം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നിപിൻ പറഞ്ഞല്ലോ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കപ്പിൾസ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഈ മലയാളത്തിൽ അവിഹിതം എന്ന വാക്കിനർത്ഥം ഹിതമല്ലാത്തത് എന്നാണ്. പക്ഷേ ഇത് വല്ലാത്ത രീതിയിൽ ഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽസ് തുറന്നു നോക്കിയാൽ തന്നെ പലരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ആശ്വാസമാണ്, ഭയങ്കരമായിട്ട് മനസ്സമാധാനം തരുന്നുണ്ട്. എന്നാൽ ഇതേപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പെട്ടുപോയി ജീവിതം വഴിമുട്ടിയ ഒരുപാട് പേരുണ്ട്. ശരിക്കും ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത് അതൊരു പാപമാണോ, അത് വലിയൊരു തെറ്റാണോ? ഒരു നാണയത്തിന്റെ 2 വശം പോലെ ചിന്തിക്കാവുന്ന കാര്യം. അതായത്
എക്സ്ട്രാ മെറിറ്റ് നമ്മൾ അതിനെ ഏത് പേരിട്ട് വേണം വിളിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ ഹാപ്പി അല്ല. എനിക്ക് ഒരാളെ കണ്ടെത്തി ഞാൻ അവരുമായിട്ട് പല രീതിയിൽ അവരും അതിനകത്ത് ഹാപ്പിയാണ്. പക്ഷെ ലീഗലി ഇത് കട്ട് ചെയ്തതിനു ശേഷമല്ല പോയിരിക്കുന്നത്. അപ്പം ഇവൻ എന്തുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ടില്ല? സമൂഹം, സൊസൈറ്റി, പേരൻസ് അല്ലെ ഗ്രാൻഡ് പേരൻസ്, മക്കൾ, ഇങ്ങനെയുള്ള ഒരു സാധനം കിടക്കുക. പക്ഷെ ഇവൻ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷെ ഇവനെ എന്റെ പാർട്ണർ, എന്റെ കമ്പാനിനെക്കാട്ടിൽ അത് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അവിഹിതമായി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവിഹിതമാണോ അത് ഏത് അർത്ഥത്തിലെടുത്താലും അവൻ അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു വീണ് മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് അല്ലേ? നമ്മൾ ഉണ്ടാക്കിയതാ സൊസൈറ്റിക്ക്. മനുഷ്യന്റെ റോളുകളെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. ദൈവങ്ങളെ മനുഷ്യനും തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ചിട്ടകളും കാര്യങ്ങളും എല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഇത് അമ്മയാണെന്നും ഇത് സഹോദരിയാണെന്നും പെങ്ങളാണെന്നും മകളാണെന്നും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് മാറ്റിയതും മനുഷ്യൻ തന്നെയാണ് അല്ലെ? അങ്ങനെയാണ് അവരോട് അങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടതെല്ലാം മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇതും അങ്ങനെ തന്നെയല്ലേ എന്നത് ഒരു വശം. മറ്റേത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനകത്ത് ഒരിക്കലും ഒരു എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് ഒരു അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല. കാര്യം ഈ ഇന്റിമസിയും പാഷനും കമ്മിറ്റ്മെന്റും പക്കയായിരിക്കുന്ന ഒരിടത്ത് ഇതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ, അതിനുള്ള സമയമില്ലല്ലോ. വേറൊരു രീതിയിലൊരു പുരോഗതി വന്നിട്ടുണ്ട്, ഓപ്പൺ റിലേഷൻഷിപ്പ്. അതായത് ഭാര്യ ആരുടെ കൂടെ പോയാലും ഭർത്താവിന് ഒരു പ്രശ്നമില്ല, ഭർത്താവ് ആരുടെ കൂടെ പോയാലും ഭാര്യയും ഹാപ്പി. ആ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് അത് എന്തിൻ്റെ ഒരു സൂചനയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ഇടയ്ക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടായിരുന്നു. എൻ്റെ ഭാര്യയാകുമ്പോൾ പെൺകുട്ടി ആരുടെ കൂടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, അവളുടെ സ്വാതന്ത്ര്യമല്ലേ, അവളുടെ ഹാപ്പിനെസ് അല്ലേ എന്ന്. ഇത് എന്തിൻ്റെ സൂചനയാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഇതിപ്പം നമ്മളെ പറയുന്നത് ഈ പുരോഗതിയുടെ ആണോ, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ചിന്താഗതി എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മുടെ ഈ ലോകത്ത് വ്യത്യസ്തരായ ജീവിത കഥകളുള്ള ആൾക്കാരുണ്ട്, വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ ഓരോ സബ്ജക്ട് ഓരോ കേസുകൾ വരുമ്പോൾ ഒരു കേസ് പറഞ്ഞു, ഇവിടെ ഡോക്ടറും പറഞ്ഞില്ലേ ഓരോ വ്യത്യസ്തമായ കേസ്. നമ്മൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര വിയേർഡായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പുതുതായിട്ടോ ആളുകൾ കേൾക്കും. നമുക്ക് ഇനിയും കേൾക്കാനുണ്ട് ഇതുപോലത്തെ. അപ്പൊ നമ്മളത് ചിലപ്പോൾ ആ ഒരു വീഡിയോ വൈറലായപ്പോ ഇങ്ങനെയുണ്ടോ എന്ന് നമ്മൾ ആശ്ചര്യത്തോടെ കാണുക. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത്, അവരുടെയും കൂടിയാണ് ഈ ലോകം. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, നമ്മൾ റിലേഷൻഷിപ്പിൽ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ, മറ്റൊരാളുമായി റിലേഷൻഷിപ്പിൽ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശരിയാക്കേണ്ടത് നമ്മളോടുള്ള റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ്. നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് നമ്മളെ ഹാപ്പി ആക്കുന്നത്, നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ, നമ്മൾ ഇമോഷണലി നമ്മൾ ഭയങ്കരമായി മറ്റൊരാളിൽ പല കേസുകളിലും ഇമോഷണലി ഭയങ്കരമായി ഇൻവെസ്റ്റഡ് ആൻഡ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ന് രാത്രി എന്നെ സമാധാനിപ്പിച്ചില്ല, എന്റെ വിഷമം എന്തുകൊണ്ട് എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളുമായിട്ടുള്ള അവരവരോട് തന്നെയുള്ള റിലേഷൻഷിപ്പ് ആദ്യം ബെറ്റർ ആക്കുക. നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക. ആ കാഴ്ചപ്പാടില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പലർക്കും അത് കിട്ടുന്നില്ല, അത് എന്താണ് വേണ്ടതെന്നുള്ളത്. എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് ഡേറ്റിംഗ് എന്തുകൊണ്ടാണ് മോശമായിട്ട് പലപ്പോഴും കാണുന്നത്? പക്ഷെ ഇപ്പൊ അതങ്ങനെ ഇപ്പൊ വളരെ കോമൺ ആണ്. കോമൺ ആണ് എന്ന് പറഞ്ഞാൽ ഈ പറയുമ്പോ തന്നെ ഞാൻ പറയാം കോമൺ അല്ല. അത് കുറച്ച് എറണാകുളം പോലെ നമ്മൾ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കുറച്ചുകൂടെ അങ്ങനെ ചിന്തിക്കുന്ന ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ ഉള്ളത്. ഒരു കോഫി ഷോപ്പിൽ പോയിരുന്നു നിങ്ങൾ 2-3 ദിവസം പല ദിവസങ്ങളായിട്ട് നിങ്ങൾ സംസാരിക്കും. ഈ ജോയിന്റ് ഫാമിലിക്കൊന്നും ഈ സാധനം ഒന്നും വർക്കൗട്ട് ആകത്തില്ല. പക്ഷെ അതൊക്കെ അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമുണ്ട്. നമ്മുടെ പാർട്ണറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ജീവിതകാലം മുഴുവനെ നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് എത്ര റിവ്യൂ നോക്കുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും നോക്കിയിട്ട് 10 പേരെടുത്തും വിളിച്ചു ചോദിച്ച് 10 കടകളിലും ചോദിച്ച് ഇനി കൂടെ ഒരുത്തിനെ കൊണ്ട് പോയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഫോൺ എടുക്കുന്നത്. പക്ഷെ ലൈഫ് പാർട്ണറെ എടുക്കുമ്പോൾ ഈ പരിപാടി ഒന്നുമില്ല. വീട്ടുകാർ വന്ന് കൊള്ളാം, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതായി. പക്ഷെ അവന്റെ പേഴ്സണാലിറ്റി, അതായത് ശരിക്കും പറഞ്ഞ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് 2 പേരും അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അസസ് ചെയ്യണം. എന്നിട്ട് ഇത് തമ്മിൽ മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം വിവാഹം എന്നത് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് എങ്കിൽ പോലും അതിന് തയ്യാറാകാത്തിടത്തോളം കാലം ഈ റിലേഷൻഷിപ്പിൽ ഒന്നും പ്രശ്നമുണ്ടാവും. കാരണം ഒരു 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ 28 വർഷവും കൂടെ ആ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്, പുതിയൊരു വീട്ടിലോട്ട് കൊണ്ടുപോകും. ആ പെണ്ണിന് 28 വർഷം പെൺകൊച്ചിന്റെ 28 വർഷം കൂടെ കൊണ്ടുപോകും.
അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് കുടുംബബന്ധത്തിന്റെ വലിയ പ്രോബ്ലങ്ങൾ കിടക്കുന്നത്. ഒരാളിൽ മാത്രമല്ല, നമ്മളൊരു ഫാമിലിക്കകത്തോട്ടാണ് പോകുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു സത്യം പറഞ്ഞാൽ 2 കുടുംബങ്ങൾ മാത്രമേ ചേരുന്നുള്ളൂ. ആ സ്ത്രീയും പുരുഷനും ചേരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുടുംബങ്ങൾ മാത്രമേ ചേരുന്നുള്ളൂ. 3 ആഴ്ചക്കുള്ളിൽ ഒരു റെന്റൽ ഹൗസ് എടുത്ത് 2 പേരും മാറണം. തന്നെ താൻ കുക്ക് ചെയ്യാം. കുക്കിംഗ് അറിയത്തില്ലെങ്കിൽ 2 പേരും കൂടി ഇരുന്ന് കുക്ക് ചെയ്ത് പച്ചക്കറി ഇപ്പം മുളക് പൊടിക്ക് പകരം മല്ലിപ്പൊടി ഇട്ട് ഈ സാധനമാണ് പോയല്ലേ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് 2 പേരും അതിന്റെ ആ സങ്കടങ്ങളിൽ നിന്ന് പഠിച്ച് അതിനിടയിൽ സ്നേഹത്തിന്റെ ഒരു കുഞ്ഞുണ്ടായി. ഈ അപ്പനെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കണ്ടു. ഇവിടെ എന്ന് വെച്ചാൽ പേരന്റിങ്ങിലെ റോങ് ആണ്. വിദ്യാഭ്യാസം മുഴുവൻ കാരണവന്മാരാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കല്യാണം കാരണവന്മാരെ അന്വേഷിക്കുന്നു, പ്രസവം വീട്ടുകാരെ നോക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അവർ വീട് വെക്കുമ്പോൾ വീടിന്റെ കാര്യവും വിഹിതങ്ങളും എല്ലാം കൂടെ ഈ വീട്ടുകാർ തന്നെ. സകല കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പൂച്ചട്ടിയിൽ ഒരു ചെടി നടുന്നത്, മണ്ണ്, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം ഇട്ടാണ് ഒരു ചെടി നമ്മൾ നടുന്നത്. സിസ്റ്റമാറ്റിക് ആണ്. വെള്ളം കൊടുക്കേണ്ടത് പോലെ കൊടുക്കുക, സൂര്യപ്രകാശം കൂടുതൽ വേണോ ഷെയ്ഡിൽ വെക്കണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബോധ്യം. അവസാനം നല്ലൊരു പൂ ഉണ്ടാവും. അതിൽ പൂമ്പാറ്റകൾ വന്ന് അതൊക്കെ നുകരുന്ന കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഒരു കൊച്ചിനെ വളർത്തുമ്പോഴും അവന്റെ 16 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ അവളുടെ 16 അല്ലെങ്കിൽ 18 വയസ്സ് വരെ നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. എന്നിട്ട് സ്വന്തമായിട്ട് അതിന്റെ പൂവിടാൻ നമ്മൾ അനുവദിക്കാതെ അതിന്റെ പുറകെ നടന്ന് വീണ്ടും ഈ പെർലേറ്റും ഈ സാധനങ്ങൾ ഇട്ട് ഇങ്ങനെ അവരുടെ കയ്യിലുള്ളത് ഇട്ടിട്ട് ഇവരുടെ സർഗമായ കഴിവ് പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരിക്കലും കാരണവന്മാർ സമ്മതിക്കാത്ത ഒരുപാട് കുടുംബങ്ങളാണ് നമ്മുടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിമിഷ സജയൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സുരാജിനോട്, കുറച്ച് ഫോർ പ്ലേ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. കാരണം ആ ഫോർ പ്ലേ കുറിച്ച് ആ ക്യാരക്ടർ പറയുമ്പോൾ മെയിൽ ക്യാരക്ടർ പറയണോ നിനക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫോർ പ്ലേ ഒക്കെ കുറിച്ചൊരു പെണ്ണിന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല, അതിനെക്കുറിച്ചുള്ള അറിവ് പോലും തെറ്റാണ് എന്നുള്ളത്. അതാ ഞാൻ പറയുന്നേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പെയോ അഫെയറിന് പോകുന്നതിന് മുമ്പെയോ അറ്റ്ലീസ്റ്റ് എ മെയിൽ ഷുഡ് നോ വാട്ട് എ ഫീമെയിൽ ബോഡി ഈസ്. ഇത് എവിടെയാ എന്താ ഒന്നും അറിയാൻ പറ്റില്ല. ഈ നമ്മൾ ഗൂഗിളിൽ ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ റൂട്ട് മാപ്പ് ഇട്ട് പോകത്തില്ലേ, എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് വേണം പോകാൻ. ഇത് ഒരു ഐഡിയ ഇല്ലാതെ ഈ കുരങ്ങനെ പൂമാല കിട്ടിയവരോ കിട്ടി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദർസ് നോ പോയിന്റ്. ബിക്കോസ് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ദേ കം ആൻഡ് ടെൽ us, ഡോക്ടർ ഇത് ഭയങ്കര എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഈ മനുഷ്യൻ്റെ, ഞാൻ എന്താ ചെയ്യണ്ടേ? അതെ. സോ ഞാൻ ഇവിടെ 2 പേരെയും കൂടെ ഇരുത്തി കുറേയൊക്കെ അനാട്ടമിയും കുറേയൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ബിക്കോസ് സീ ഇറ്റ്സ് ദെയർ ലൈഫ്. അതിപ്പോ ഇവിടെ ഇത് ശരിയായില്ലെങ്കിൽ ലൈഫ് ലോങ് ദേ ഗോണ ഹാവ് ട്രബിൾ. ഞാൻ ഇരുത്തി അനാട്ടമി നമ്മുടെ പടം എടുത്തി കാണിച്ചിട്ട് ഇന്നത് ഇവിടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ് ഇല്ലാതെയാണ് പകുതി പേർക്ക്. അത് മാത്രമേ അറിയൂ, ബാഡ് ടച്ചും ഗുഡ് ടച്ചും. എന്തുകൊണ്ടാണ് ഈ പല ആൺകുട്ടികൾക്കും ഈ ഫീമെയിൽ ബോഡിയെ കുറിച്ച് സെക്സിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ പോകുന്നത്? അല്ല, ഇതിപ്പം സ്കൂളിൽ പഠിപ്പിച്ചാൽ മാത്രമേ ഇത് 9ാം ക്ലാസ്സിൽ ബയോളജി ടീച്ചർ ആ ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് മിസ് ചെയ്യുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വായിച്ചോ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പൊ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പിന്നെ പോണിന്നാണ്. പോൺ കണ്ടു കഴിയുമ്പോൾ ഇവർ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. ദേ വാണ്ട് ടു ട്രൈ ഔട്ട് എവറിത്തിങ് ഇൻ ദ പോൺ വിച്ച് മെ നോട്ട് ബി പ്രാക്ടിക്കൽ. ചിലർ ചോദിക്കും ഏനൽ ഡോക്ടർ ഏനൽ സെക്സ് കൊണ്ട് കുഴപ്പമുണ്ടോ? ദർ ആർ ലോട്ട് ഓഫ് പേഷ്യൻസ് കമ്മിങ് ടു മീ വിത്ത് ഏനൽ ഇൻകോണ്ടിനൻസ്. ഇരിക്കുമ്പോൾ അറിയാതെ തന്നെ മലം പോവാണ്. ആ ഒരു ലെവലിൽ എത്തിക്കുന്നതിന് അതാ പറയുന്നേ, അൺറിയലിസ്റ്റിക് ഇത് കിട്ടിക്കഴിഞ്ഞു അവർക്ക് ഇത് അവിടെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ. അത് കഴിഞ്ഞ് വരുന്ന കോംപ്ലിക്കേഷൻസ്, പ്രൊലാപ്സ്, റെക്ടൽ പ്രൊലാപ്സ്, ഇതൊക്കെ ആര് കാണുന്നു? ഹൂ സഫറിങ്? അപ്പൊ ഇതൊന്നും ആരും ഒന്നും മിണ്ടുകയല്ല, പറയുകയല്ല. ഇവർ ഈ ബെഡ്റൂമിനകത്ത് തന്നെ കാര്യങ്ങളൊക്കെ സാധിക്കും. ശരിക്കും നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പോലെ തന്നെ ബയോളജിക്കൽ ലെവലിൽ ഡിഫറൻസ് ഉള്ള പോലെ തന്നെയാണ് ഈ സൈക്കോളജിക്കൽ ലെവലിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ വൈഫ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നീ എന്താ എല്ലാ പെണ്ണിനെ പോലെ ബിഹേവ് ചെയ്യുന്നേ,
ഓക്കെ, അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വരുന്നത് കാണാം. അപ്പം ഒരു ഫീമെയിൽ ഈസ് മോർ ഇൻ ടു ഇമോഷണൽ സൈഡ് ആൻഡ് മെയിൽ ഈസ് മോർ ഇൻ ടു ലോജിക്കൽ സൈഡ് എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഭർത്താവിന് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഭാര്യ മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നത് കാണുമ്പോഴാണ് ഭർത്താവ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ അവർ ബന്ധപ്പെട്ട് അവർ ഏകദേശം 60ഓളം പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. അവസാനം അവർക്ക് വജൈനൽ ഡിസീസ് വന്നു. അപ്പോൾ പിന്നെ ഇത് കോടതി കണ്ടുപിടിച്ച് ഭർത്താവിനെ ശിക്ഷിച്ചു. അപ്പം ഇത്തരത്തിലുള്ള ഇത് പണ്ട് നടന്നതാണ്, അതായത് രാജഭരണകാലത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു റിയൽ ഇത് വയൂറിസം എന്ന് പറയും. വയൂറിസം എന്ന് പറയുന്ന ഒരു പാത്തോളജിക്കൽ ഇഷ്യൂ തന്നെയാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ലെവലിലേക്ക് പോകേണ്ട ഒരു കണ്ടീഷനാണ്. പക്ഷെ അത് ഇതുപോലെ ഭർത്താവിനെ പ്ലീസ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ആള് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ മാത്രമൊക്കെ ഇഷ്യൂസ് ഉള്ള പല ഫീമെയിൽസും എനിക്കും ഉണ്ടായിട്ടുണ്ട് കേസുകൾ. ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് ഇവർക്ക് ഗിൽറ്റ് ആവുക. ഓക്കെ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, ഓക്കെ, അങ്ങനത്തെ ഗിൽറ്റി ഫീലിംഗിലൂടെ ഡിപ്രഷൻ പോലുള്ള ഇഷ്യൂസ് ഒക്കെ ആയിട്ടും അങ്ങനെയൊക്കെ വരുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ഹസ്ബൻഡ് ഉള്ള ഒരു പേഷ്യൻ്റ് എനിക്കും ഉണ്ട്. അവസാനം ദിസ് ലേഡി സ്റ്റാർട്ടഡ് ലൈക്കിങ് ദ അതർ പേഴ്സൺ. അവരിട്ടിട്ട് പോയി, കയ്യിലിരുന്നതും പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനെ എഡ്യൂക്കേറ്റ് ചെയ്യണം സ്ത്രീ എന്താണ് എന്നുള്ളത്, അതുപോലെ സ്ത്രീയെ എഡ്യൂക്കേറ്റ് ചെയ്യണം പുരുഷൻ എന്താണെന്നുള്ളത്. അത് വിവാഹത്തിന് മുമ്പിൽ വീടുകളിലോ സ്കൂളുകളിലോ അല്ലെങ്കിൽ അത് നിർബന്ധമായി കുട്ടികളിൽ എത്തിക്കണം. അതായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. പുരുഷൻ എന്ന് പറഞ്ഞ ഒരാൾ സ്ത്രീയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വിവാഹം കഴിച്ച ഒരാളാണ്. 10-15 വർഷമായിട്ട് വിവാഹം കഴിച്ച് ഒരു ഭാര്യയുമായി ജീവിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു സ്ത്രീക്ക് പീരിയഡ്സ് ഉണ്ടാകുമെന്നുള്ളത് പുരുഷന്മാർക്കും കൊച്ചു പിള്ളേർക്കും വരെയൊക്കെ അറിയാം. അതിന് 5 ദിവസം 6 ദിവസമൊക്കെയാണ് അതിന് കാലാവധി. ഈ സമയത്ത് അവർ പെയിൻഫുൾ ആയിരിക്കാം, ഇറിറ്റേറ്റഡ് ആയിരിക്കാം, അവരുടെ ബ്രെയിൻ കെമിക്കൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലും ചെറിയൊരു ചൊറിച്ചിലുകൾ, ദേഷ്യം വരണം. ഇതിനൊരു 2-3 ദിവസം മുമ്പേ ഇതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും അല്ലെ? അതായത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബോഡിയിൽ ഒരു അപ്പോഴും ഇവർക്ക് കുറച്ച് ഇമോഷണലി അല്ലെങ്കിൽ ഈ പറയുന്ന ചില ചൊറിച്ചിലുകളുടെ ചെറിയ ചൊറിച്ചിലുകൾ തുടങ്ങും. അല്ലെങ്കിൽ വഴക്കുകൾ, ദേഷ്യം, ഇപ്പൊ ഉണ്ടാക്കുന്നില്ല, മുളക് പൊടി ചിലപ്പോൾ കറിക്ക് കൂടിപ്പോയെന്ന് വരും, ഇതൊക്കെ വരും. അപ്പോൾ ഈ 5 ദിവസവും ഈ 3 ദിവസവും കൂടെ കൂടുമ്പോൾ എത്ര ദിവസമായി? 5 3 8. ഇപ്പം 5 അല്ലെങ്കിൽ 6 ദിവസം കൂട്ടും, അല്ല അപ്പം 9 ദിവസം. ഈ 9 ദിവസം കഴിയുമ്പോൾ ഇവരുടെ പെയിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു റിയൽ ഫീലിംഗ്, അതിന് ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഈ സമയത്തും ബോഡിയിൽ വീണ്ടും വേറൊരു ബയോളജിക്കൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഭർത്താവിനെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, ജോലി കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ പാചകം കാര്യങ്ങളൊക്കെ നോക്കണം. പുരുഷനെ സംബന്ധിച്ചാൽ അവനവന്റെ ജോലിക്ക് പോവുക, തിരികെ വരിക, ഈ കാര്യത്തിന് അപ്പുറത്തേക്ക് ഞാനൊരു 70% ഇടത്തേക്കാണ് പറയുന്നത്. 70% പേഴ്സൺ ഇനി എവിടുന്ന് കണ്ടെത്തിയെന്ന ആൾക്കാർ ചോദിക്കരുത്, ഞാൻ കോമൺ ആയിട്ട് പറയും. അപ്പം ഈ ഓവുലേഷൻ ടൈം എത്ര ദിവസം ഉണ്ടാവും? ഒരു 7 days 10 days ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 9ഉം 8ഉം എത്രയാണ്? അല്ലെങ്കിൽ 17 ദിവസത്തോളം. ഈ 17 ദിവസവും ഇവരിൽ ഈ ഒരു മാറ്റം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു റിയൽ ലൈഫിലേക്ക്, അത് റിയൽ കണ്ടീഷനിലേക്ക് ഇനി അടുത്ത് 26 അടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനിടയിലേ ഉള്ളൂ ഇവർക്കൊരു ഈ സ്ട്രെസ്ഫുൾ അല്ലാത്ത ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ എന്നൊരു പുരുഷൻ മനസ്സിലാക്കുമ്പോൾ ഒരു സ്ത്രീയോട് എങ്ങനെ ഡീൽ ചെയ്യണം, എൻ്റെ കമ്പാനിയനോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പുരുഷൻ മനസ്സിലാക്കും. ഇനി സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷനെ സംബന്ധിച്ചോളം അവൻ ഇതൊന്നുമില്ല, ഇവനാകെയുള്ളത് ഇവനിങ്ങനെ പറച്ചിലുകളൊന്നുമില്ല. എന്നേടി എൻ്റെ പ്രശ്നം ഇതാടി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, എനിക്ക് അങ്ങനെ ഒരു സിനിമയ്ക്ക് പോയാലോ, ഇതൊന്നും ചോദിച്ചുകൊണ്ട് ഒരു പുരുഷൻ വരാറില്ല അല്ലേ? അവന് വേണ്ടത് കുറച്ച് നേരം നല്ല കുറെ മൊമെന്റുകൾ വേണം, സെക്ഷൽ ആയിട്ടുള്ള അവന്റെ ഒരു ലോകത്തോടെ അവനെ സാറ്റിസ്ഫൈഡ് കൊണ്ടുപോകും. ഇത് സ്ത്രീ അറിഞ്ഞിരിക്കണം. പുരുഷനിൽ ഇതാണുള്ളത് എന്നും സ്ത്രീയിൽ ഇങ്ങനെയുള്ള മാറ്റം ഉണ്ടായിരിക്കും എന്നത് ഡോക്ടർ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ഇത് അറിയാതെയാണ് വിവാഹത്തിലേക്ക് പോകുന്നത്. അവൻ ഈ ഫാന്റസി മറ്റേ സംഭവങ്ങളെല്ലാം കണ്ടുവച്ചിട്ട് അറ്റാക്ക് അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു കാര്യം കൂടെ പറയണ്ട, ഈ മൂഡ് സ്വിങ്സിന്റെ കാര്യം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി പേരെൻ്റെ അടുത്ത് ഈ മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, ഭയങ്കര ദേഷ്യം എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ B12, ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്ത് വന്നത്. അവർ ഡിവോഴ്സിൻ്റെ ലെവലിലെത്തി
നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ പറഞ്ഞു ഭയങ്കര ദേഷ്യ ഡോക്ടറെ വൈഫിനെ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി വളരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ. അപ്പം ഞാൻ പുള്ളി UK പോകാൻ നിൽക്കുക. ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്ത് കൊടുത്ത് ഞാൻ ചോദിച്ചു ഞാനൊന്ന് B12 നോക്കിയോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു B12 നോക്ക് കുഴപ്പമില്ല, അവർക്ക് നല്ല തീറ്റയുള്ള ഒരു ഇതില്ലാന്ന് പറഞ്ഞു. എന്തായാലും B12 നോക്കിയപ്പോൾ ഭയങ്കര കുറവായിരുന്നു. B12 ചിലർക്ക് അബ്സോർബ് ചെയ്യത്തില്ല. അത് പക്ഷേ ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു. ഒരു 4 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആളുടെ സ്വഭാവം തന്നെ മാറി. B12 ഡെഫിഷ്യൻസി മിസ് ചെയ്യരുത്. എല്ലാവരും ഇപ്പോൾ വൈറ്റമിൻ D നോക്കുന്നുണ്ട്, പക്ഷെ B12 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി പ്രോബ്ലം വരാം, ഇറിറ്റബിലിറ്റി വരാം, ആങ്കർ ഇഷ്യൂസ് വരാം. ഇറ്റ് ക്യാൻ ലീഡ് ടു ഡിമെൻഷ്യ ആൻഡ് ആൽഷിമർ. ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആണ് ആൽഷിമർ, ഡിമെൻഷ്യ ഒക്കെ. അത് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തവിടുള്ള നമ്മുടെ ചോറും അങ്ങനെയുള്ള ഇതൊക്കെയാണ് B12 വരുന്നത്. പക്ഷെ അത് നമുക്ക് B12 കഴിച്ചാൽ പോലും ചിലർക്ക് അബ്സോർബ് ചെയ്യത്തില്ല. വയറിൻ്റെ ഉള്ളിൽ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനമാണ്. അത് ചിലപ്പോൾ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഇത് അബ്സോർബ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിനും നെർവിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് ഇത്. നമ്മുടെ സകല മൂടും തെറ്റിക്കും. ഇപ്പം എനിക്ക് കുറേ പേഷ്യൻസ് ഉണ്ട്, ഐ എം ഗിവിങ് ഇഞ്ചെക്ഷൻസ് ആൻഡ് ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെന്റ് ആണ് അവരുടെ. എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർ രണ്ടുപേരും UK ഡിവോഴ്സും ആയാലും ഒന്നും ആയാലും ഒരു കൊച്ചുമായിട്ട് സന്തോഷമായിട്ട് UK ജീവിക്കും. ഇൻസ്റ്റാൾ ചെയ്യാൻ പിക്ചേഴ്സ് കാണുന്നുണ്ട്. അതെ അതെ. അപ്പൊ ആർക്കെങ്കിലും ദേഷ്യമൊക്കെ പെട്ടെന്ന് വരുന്നോ അല്ല വല്ലാതെ ആങ്കർ ഇഷ്യൂസ് ഉണ്ടോ ഒന്ന് B12 ചെക്ക് ചെയ്തു.